ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഓറഞ്ച് ക്രീം കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ അല്ലെങ്കിൽ ക്രീമോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ വേണ്ട. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി കൂടെ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വേറൊരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഒരു ഓറഞ്ച് ക്രീം കേക്ക് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഓറഞ്ച് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഒരു വലിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിന് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പിലൊന്നുമല്ല, നമ്മൾ സാധാരണ വീട്ടിലുള്ള ഒരു സ്റ്റീൽ കപ്പിലാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർക്കും ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കപ്പിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തണുത്ത പാല് ചേർത്ത് കൊടുക്കരുത്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊരു 30 സെക്കൻഡ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒരു 30 സെക്കൻഡ് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ഇട്ട് മിക്സിയിൽ കറക്കി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് ഹാർഡായിട്ട് പോവും. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ചാൽ ആ ഒരു ഓറഞ്ച് നന്നായിട്ട് പിഴിഞ്ഞ്, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, പിഴിഞ്ഞിട്ട് 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതിയെ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടൊരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്ത ഹോം മെയ്ഡ് ബീട്രൂട്ടിൻ്റെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാങ്ങിച്ചതല്ല, ഞാൻ തന്നെ വീട്ടിൽ ചെയ്തെടുത്ത ഫുഡ് കളറാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയ സോസ് പാനാണ് എടുത്തേക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പേപ്പർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ സാധാരണ ഒരു ദോശ തവ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 35-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കാര്യത്തിലാണെങ്കിലും അത് ഇനിയുള്ള ഫ്യൂച്ചറിലാണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരുണ്ടാവും. അവരെല്ലാവർക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ലാംഗ്വേജ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ കുട്ടികളെല്ലാം പഠിക്കുന്നത്, ഏറ്റവും കൂടുതലും കുട്ടികൾ പഠിക്കുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് എക്സ്പെഷ്യലി കൊച്ചു കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വാട്സപ്പ് ക്ലാസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും അവരെ നോട്ട്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന പാരൻസ് ആണ്. അപ്പോൾ അവർക്ക് തിരിച്ച് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അവർക്ക് സത്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ടീച്ചേഴ്സ് അയക്കുന്ന നോട്ട്സ് മനസ്സിലാവുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെയിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും, പക്ഷേ അത് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരുപാട് പാരൻസിനെ എനിക്കറിയാം. ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ലൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് വാട്സപ്പ് ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ കോൺഫിഡൻസ് ലെവൽ അത് കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഇംഗ്ലീഷ് ലക്ഷ്യ എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഏജ് ലിമിറ്റോ അങ്ങനെ ഒന്നുമില്ല. ഏത് പ്രായക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവരുടെ ഇടയിൽ ഒരാളായിരിക്കും നമ്മളല്ലേ. അപ്പോൾ അതിൽ നമുക്കൊരു സംശയം ചോദിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. നമുക്കായിട്ടൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. പിന്നെ ഡെയിലി ആ ട്രെയിനറുമായിട്ടൊരു അന്ന് പഠിച്ച പോർഷൻസിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും.
പിന്നെ അതുമാത്രമല്ല സാധാരണ നമ്മളിപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ളതല്ല, ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഡൗട്ട് ചോദിക്കുക, അപ്പോൾ അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നത്. പിന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് നമുക്ക് നോർമൽ ആയിട്ടുള്ള ക്ലാസ്സിൽ അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരേ രീതിയിലല്ല, കാരണം ഓരോരുത്തരുടെ അറിവ് ഓരോന്നാണല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഒരേ രീതിയിൽ നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ ഇരുന്ന് ട്രെയിൻ ചെയ്യുന്ന പോലെ ട്രെയിൻ ചെയ്താൽ നമുക്ക് അത്രയും പെട്ടെന്നത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ ലിമിറ്റേഷൻസ് അറിഞ്ഞുകൊണ്ട് 3 ലെവൽസ് ആയിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് കറക്റ്റായിട്ട് പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ്. അനിയൻ എന്താ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ലക്ഷ്യ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നന്ദി പറയുന്നു. കാരണം എനിക്ക് ഇത് പറഞ്ഞു തന്നതിന്. പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്കത് അറിയത്തില്ലായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അത് എങ്ങനെയാണ് പറയേണ്ടത്, മറ്റുള്ളവരോട് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ഇൻ്റർവ്യൂവിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക, ചിലർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്യ വഴി അവർ സാധിച്ചു തരും. ഈ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷ്യം തന്നെ അവരുണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയ കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 2 മാസത്തെ ക്ലാസ്സും 6 മാസം വരെ വാലിഡിറ്റിയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലക്ഷ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ച കാര്യം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഫീ തന്നെയാണ്. വെറും തുച്ഛമായ ഫീ ആണ് ഇവർ ഇതിൽ ഈടാക്കുന്നത്. നമ്മുടെ പുറത്തൊക്കെ എങ്ങനെ ട്യൂഷൻ ഫീസിനെക്കാട്ട് വളരെ കുറഞ്ഞ ഫീസാണ് ഇവർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാനുള്ള നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഞാനിവിടെ നമ്പർ എഴുതി കാണിക്കാം. അതിൽ ജസ്റ്റ് നിങ്ങളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി, അവർ നിങ്ങൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടുന്ന ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രീം നമുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് ഡാൽഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡാൽഡയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ബട്ടർ എല്ലാവരുടെ കയ്യിലും എപ്പോഴും കാണണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന ഡാൽഡയാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ്, നേരത്തെ എടുത്ത അതേ കപ്പിന് 1/4 കപ്പ് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്ത പഞ്ചസാരയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് നല്ല സ്പീഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ, ഡാൽഡ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിസ്ക് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലൊന്ന് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ മിക്സിയിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രീം കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രീമാണ്. പിന്നെ അതുമാത്രമല്ല ഈ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ ക്രീമിൻ്റെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ കേക്ക് വരും. അത് അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലുള്ളൊരു കേക്കാണ്. ഇനി ഇതിൻ്റെ ടോപ്പിൽ അല്പം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല ഇത് 2 ലെയറായിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2 ലെയറായിട്ടും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു മാറ്റാനായിട്ട്. കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ മെല്ലെ പിടിച്ചില്ലെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പോവും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീം ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് കവർ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് മെഷറിംഗ് കപ്പോ അല്ലെങ്കിൽ ബേക്കിംഗ് ടൂൾസോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ ഒരു ATM കാർഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി ഒരു കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന ഹോം മെയ്ഡ് പൈപ്പിംഗ് ബാഗും നോസിലും വെച്ചിട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇംഗ്ലീഷ് വാട്സപ്പ് ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട്. അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അവരുമായിട്ട് എന്തായാലും കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഓറഞ്ചും കൂടെ കട്ട് ചെയ്ത് മേളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ, അതും കൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, ബർത്ത്ഡേ പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.